ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കുർക്കുറെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പാസ്ത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുർക്കുറെ റെഡിയാക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുർക്കുറയുടെ ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പാസ്ത ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനും പറ്റും. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം പാസ്ത എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പെല്ലാം ഒന്ന് അലിയണം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകരുത്. ഇപ്പം നോക്കുമ്പോൾ അറിയാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വയ്ക്കാം. ഇപ്പോൾ ഞാൻ പാസ്ത എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ വേണം. ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പാസ്ത വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ കോൺഫ്ലോറിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വേവിച്ച പാസ്തയിൽ എല്ലാ പീസസിലും കോൺഫ്ലോർ നന്നായിട്ട് പിടിക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ എല്ലാ പാസ്തയിലും നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചൂടാകാൻ വയ്ക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ പാസ്ത കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. തീ നമ്മളെപ്പോഴും ഒരു മീഡിയത്തിലേ വയ്ക്കാവുള്ളൂ. ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാസ്തയാണ്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ എല്ലാ പാസ്തയും ഞാനിപ്പം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. ആദ്യം ഞാൻ പെരി പെരി മസാല 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ആണ്. ക്യുമിൻ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇടണം. ഇനി വേണ്ടത് ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് പെരി പെരി മസാലയുടെ ഫ്ലേവറാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഫസ്റ്റാണിത്. അപ്പോൾ 1/2 പോർഷൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പെരി പെരി മസാല കുർക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് ചാറ്റ് മസാല 1 ടീസ്പൂൺ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ എടുക്കണം. ഇനി വേണ്ടത് കസൂരി മേത്തിയാണ്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല, കാരണം ചാറ്റ് മസാലയ്ക്ക് അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിലേക്ക് ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന പാസ്ത എല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാറ്റ് മസാല ഫ്ലേവറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് 2 ഫ്ലേവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പെരി പെരി മസാലയും അതുപോലെ ചാറ്റ് മസാലയും. രണ്ടും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.